നമ്മോടൊപ്പം ഇപ്പോൾ അവിടുത്തെ വിമത സംഘടനയായ മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയുടെ കൺവീനർ ശ്രീ എം സതീഷ്, അദ്ദേഹമാണ് ഈ വലിയ വിജയമായെന്ന് അവർ പറയുന്ന ഈ വലിയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നിറയെ ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം നമ്മോടൊപ്പം തത്സമയമുണ്ട്. ശ്രീ എം സതീഷ്, ഈ കൺവെൻഷൻ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ വലിയ വിജയമായോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ പരിപാടിക്ക് വന്ന ആളുകൾ തിരിച്ച് അടുത്ത ഒരു CPIM വിളിച്ചാൽ അങ്ങോട്ടും പോകുന്ന ആളുകൾ തന്നെ ആയിരിക്കുമോ? അല്ലല്ല, തീർച്ചയായും ഇതൊരു വലിയ വിജയമാണ്. CPIM വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നവരെയൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങളുടെ ശക്തി പ്രകടനം തെളിയിക്കുന്ന വലിയ മഹാറാലിയോ അല്ലെങ്കിൽ പൊതുയോഗമോ ഒരു വലിയ കൺവെൻഷനോ ഒന്നുമല്ല. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ, അതായത് CPIM അസംതൃപ്തി നേരിടുന്ന പാലക്കാട് ജില്ലയിലെ കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ പ്രവർത്തകരുടെ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ന് ആ കൂട്ടായ്മ അവിടെ നടന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ ശ്രീ സതീഷ്, ഇതിപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു വിയോജിപ്പ് എന്ന് ചോദിച്ചാൽ വിളിച്ചാൽ പോകുന്നവരൊന്നുമില്ല. ശരി, എന്താണ് നിങ്ങളുടെ ഒരു വിയോജിപ്പ് CPIMനോട് എന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ അവിടെ അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങളിൽ ആകെ പെറുക്കിയെടുത്താലുള്ള കിട്ടുന്ന ഒരു കാര്യം, ഈ EN സുരേഷ് ബാബു മദ്യപാനിയാണ്, സ്പിരിറ്റ് കച്ചവടക്കാരനാണ് എന്ന പോലുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ അത് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും എതിർപ്പോ പ്രത്യയശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും വീഴ്ചകളോ എന്നൊന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഈ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലെ ചില ആളുകളോടുള്ള ബുദ്ധിമുട്ട് അവരത്ര പോരാ എന്നൊരു വ്യക്തിവിദ്വേഷം കൊണ്ട് ഇങ്ങനെയൊരു വിമതത്വം ഉണ്ടായി എന്നല്ലേ കാണേണ്ടതുള്ളൂ പൊതുവിൽ കേരളം? അല്ല, പാർട്ടിയുടെ ആ ഒരു സംഘടനാ രീതിയിലല്ല പാലക്കാട് ജില്ലയിലെ പാർട്ടി പോകുന്നത്. ചില വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് സംഘടനയെ ഉപയോഗപ്പെടുത്തി അവർക്കെതിരായി നിൽക്കുന്ന, ഇപ്പോൾ സ്വയം വിമർശനം എന്നെല്ലാം പറയുന്ന കൂട്ടത്തിൽ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ എന്ത് കള്ള പരാതിയും സ്വീകരിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള നിലയാണ് ഈ പാലക്കാട് ജില്ലയിലെ CPIM സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ നിരവധി ആളുകളെയാണ് പാലക്കാട് ജില്ലയ്ക്കകത്ത് നടപടിയെടുത്തിട്ടുള്ളത്. അതിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്, വിവിധ ലോക്കൽ സെക്രട്ടറിമാരുണ്ട്. തൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത ഒരാളും ഈ പ്രസ്ഥാനത്തിനകത്ത് വേണ്ട, ഇത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എന്ന നിലയിലാണ് ഈ പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ ഇന്ന് നയിക്കുന്ന CPIMന്റെ നേതൃത്വം കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ അസംതൃപ്തരായിട്ടുള്ള നൂറുകണക്കിന് സഖാക്കളുണ്ട് ഈ പാലക്കാട് ജില്ലയ്ക്കകത്ത്. അവരുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഞങ്ങൾ മറ്റു പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഒരു കൂട്ടായ്മ മാത്രമാണെന്ന് രൂപീകരിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടോ മറ്റ് നയപരമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കോ ഒന്നും കടന്നിട്ടില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ പാർട്ടിയാണ്. പാർട്ടിക്കകത്തുള്ള അസംതൃപ്തരുടെ ഒരു കൂട്ടായ്മ. യഥാർത്ഥ പാർട്ടിയെ അംഗീകരിക്കാത്ത നില വരുമ്പോൾ അതിൻ്റെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സംഘടിപ്പിച്ചത്. ശരി, ശ്രീ സതീഷ്, ഞാനത് രാവിലെ പകല് ഞങ്ങൾ ഫുൾ ടൈം ലൈവ് കൊടുത്തിരുന്നല്ലോ ഇത്. അതുകൊണ്ട് കുറേ ആളുകളോട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ സച്ചിന് അവിടെ വന്നിരിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പല ഭാഗങ്ങളിൽ നിന്ന് വന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഈ പാർട്ടിയുടെ ലീഡർഷിപ്പിനോട് വിയോജിപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്നവർ പലരും പറയുകയും ചെയ്തു. പക്ഷേ EN സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കുറേ ലീഗുകാർ, കുറേ കോൺഗ്രസ്സുകാർ ഒക്കെ വന്നിട്ടാണ് ഈ ആൾക്കൂട്ടത്തെ ഇങ്ങനെ വലുതായിട്ട് തോന്നിയത് എന്ന മട്ടിലാണ് അവിടുത്തെ ജില്ലാ നേതൃത്വം പറയുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാകും, അതിലെന്തെങ്കിലും തെറ്റുന്നുണ്ടെന്ന് കാണുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. CPIMനോട് വിയോജിപ്പുള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. കുറച്ച് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ വന്ന ആളുകളിൽ ഒരു നിശ്ചയ ശതമാനമെങ്കിലും ഈ കോൺഗ്രസ്, ലീഗ്, UDFന്റെ അണികളാണ് എന്ന് കണ്ടാൽ തെറ്റാകുമോ? ഈ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി കല്ലുവച്ച പച്ച നുണ പ്രചരിപ്പിക്കുന്ന ആളാണ്. ഇദ്ദേഹം കൊഴിഞ്ഞാമ്പാറയിൽ ഞങ്ങൾ ഈ വിമത കൺവെൻഷൻ ഇതുപോലെ നേരത്തെ എല്ലാം ആരംഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് AJK കോളേജിൽ നിന്ന് കൂലിക്ക് കുട്ടികളെ കൊണ്ടുവന്നതാണ്, ഇതൊന്നും കൊഴിഞ്ഞാമ്പാറയിലെ ആളുകളല്ല, ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് എന്ന് പച്ച നുണ പ്രചരിപ്പിച്ച ആളാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഇവിടെ കൊഴിഞ്ഞാമ്പാറയിൽ 17 പാർട്ടി അംഗങ്ങളെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതുള്ളൂ, മറ്റെല്ലാവരും മെമ്പർഷിപ്പ് പുതുക്കി പാർട്ടിക്കൊപ്പമാണ്, പാർട്ടി പൂർവാധികം ശക്തിയോടുകൂടി അതിൻ്റെ സംഘടനാ ശക്തി വല്ലാതെ വർദ്ധിച്ച് കൊഴിഞ്ഞാമ്പാറയിലെ ഒരു 1-ാം നമ്പർ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന കല്ലുവച്ച പച്ച നുണയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മുമ്പിലെല്ലാം ഈ സഖാവ് വിളിച്ചു പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇതുപോലെ പച്ച നുണ പ്രചരിപ്പിച്ച ഒരു ജില്ലാ സെക്രട്ടറി ഇദ്ദേഹം അല്ലാതെ മറ്റൊരാളും ഉണ്ടാവില്ല. 17 പാർട്ടി അംഗങ്ങളെ കൊഴിഞ്ഞാമ്പാറയിൽ മെമ്പർഷിപ്പ് പുതുക്കാത്തതുള്ളൂ എന്ന പച്ച നുണ പറഞ്ഞ ആള് ഇത് പറയും.
ഈ 17 പേരാണോ കൊഴിഞ്ഞാമ്പാറയിലെ 10 വർഷത്തെ CPIM നേതൃത്വത്തിലുള്ള ഭരണം അവസാനിപ്പിച്ച് ഇന്ന് ഞങ്ങളുടെ പിന്തുണയോടുകൂടി അവിടെ ഭരണത്തിലിരിക്കുന്നത്? ഈ 17 പാർട്ടി അംഗങ്ങൾ വിചാരിച്ചിട്ടാണോ? അപ്പൊ ഇങ്ങനെ പച്ച നുണ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺവെൻഷനകത്ത് പങ്കെടുത്ത ഏതെങ്കിലും ഒരു ലീഗുകാരനോ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെയോ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങളുടെ എല്ലാ ക്യാമറക്കാരും എല്ലാ ചാനലിന്റെ ആളുകളും ഉണ്ടായിരുന്നല്ലോ, നിരവധി ക്യാമറകൾ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ സൂം ചെയ്ത് അതിലേതെങ്കിലും ഒരു ലീഗുകാരനോ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെ ഞങ്ങൾ കേൾക്കാം. ശരി, ശ്രീ സതീഷ്, അതിന് മതിയായ മറുപടിയായി നമുക്കത് പരിശോധിക്കാം. അത് നമുക്ക് പരിശോധിക്കാം. താങ്കൾ നല്ല മതിയായ മറുപടി നൽകി. പക്ഷേ മറ്റൊരു പ്രശ്നം, ഇപ്പം നുണപ്രചരണം നടത്തുകയാണ് അല്ലെങ്കിൽ നുണ പറയുകയാണ് സുരേഷ് ബാബു എന്ന് പറയുമ്പോൾ സുരേഷ് ബാബുവിന് തിരിച്ചും നിങ്ങളെ വിമർശിക്കാനുണ്ട്. കാരണം സുരേഷ് ബാബു മദ്യപാനിയാണ്, അദ്ദേഹം സ്പിരിറ്റ് കച്ചവടക്കാരനാണ് എന്നൊക്കെയുള്ളത് പച്ച നുണയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അദ്ദേഹം പറയുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള ആളല്ലേ, അപ്പം ഞാൻ കള്ളുകൂടിയനാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുകയില്ലേ എന്ന് അദ്ദേഹം ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു CPIM പോലൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കള്ളുകൂടിയനാണ്, മദ്യപാനിയാണെന്നൊക്കെ പറയുന്നത് അതൊരു നുണയാണ് എന്നല്ലേ പാലക്കാട്ടെ പൊതുസമൂഹം എടുക്കുക? ശ്രീ സതീഷ്, അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ ഈ PK ശശി? അല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പല്ലേ ഇദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഹരിദാസൻ എന്ന് പറയുന്ന വ്യക്തിയെ സ്പിരിറ്റ് കേസിൽ പിടിച്ചത്? സ്പിരിറ്റ് കേസിൽ അയാളെ കൈയോടെ അറസ്റ്റ് ചെയ്ത് അയാളെ 3 മാസത്തോളം തടവിലാക്കിയതല്ലേ? അദ്ദേഹം ആയിരുന്നല്ലോ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്. ഈ സ്പിരിറ്റ് കേസിൽ അദ്ദേഹം അകത്താവുന്നതിന്റെ 3 ദിവസം മുമ്പ് വരെ ജില്ലാ സെക്രട്ടറിയുടെ വാഹനത്തിന്റെ ഡ്രൈവർ ആരായിരുന്നു? നിങ്ങൾ അത് പരിശോധിക്കും. അവിടുത്തെ പെരുമാട്ടി 2-ന്റെ ലോക്കൽ സെക്രട്ടറി ഹരിദാസനായിരുന്നു ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ. പാർട്ടിയുടെ DC വാഹനം ഉൾപ്പെടെ ഈ സ്പിരിറ്റ് മറ്റ് കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ഈ ഹരിദാസൻ എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി അറസ്റ്റിനാവുന്നതിന്റെ 1 ദിവസം മുമ്പ് ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവറായിട്ട് അയാൾ ഓടിയിട്ടുണ്ട്. അയാളായിരുന്നു ഇയാളെയും കൊണ്ട് പോകുന്നത്. ഇയാളുടെ സന്തത സഹചാരിയാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ 500 മീറ്റർ അപ്പുറത്താണ് ഈ ഹരിദാസന്റെ വീട്. ഹരിദാസന്റെ എല്ലാ ഇടപാടുകളിലും ജില്ലാ സെക്രട്ടറിക്ക് പങ്കുണ്ട് എന്ന് സ്വാഭാവികമായി ഞങ്ങൾ സംശയിക്കുകയാണ്. സ്പിരിറ്റ് കടത്ത് അല്ലെങ്കിൽ സ്പിരിറ്റ് മാഫിയ ഇതെല്ലാം ഇദ്ദേഹം നേരിട്ട് ചെയ്യുന്നു എന്നല്ല, ഇദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ ഒരു സ്ഥിതി എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കും. ഈ ഹരിദാസൻ എന്തിനാണ് അറസ്റ്റിലായത്? ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള ലോക്കൽ സെക്രട്ടറി അല്ലേ? ഇദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പ്രദേശത്തുള്ള ലോക്കൽ സെക്രട്ടറി അല്ലേ? ഇദ്ദേഹം ഇയാളുടെ ഡ്രൈവറായിട്ട് ഈ സ്പിരിറ്റ് കേസിൽ അകപ്പെടുന്നതിന്റെ 1 ദിവസം മുമ്പ് പോയിട്ടുണ്ടല്ലോ. അതിന് തെളിവുകളുണ്ടല്ലോ. ഈ മദ്യപാനം ഇദ്ദേഹത്തെ ആ കാര്യം മനസ്സിലായി. മദ്യപാനം അല്ല, മദ്യപിച്ചുകൊണ്ടാണ് പാർട്ടി തീരുമാനങ്ങൾ പോലും എടുക്കുന്നതെന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടു. അതൊക്കെ ജില്ലാ സെക്രട്ടറി ഉദ്ദേശിച്ചുള്ളതാണോ? അതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, അത് ഇപ്പോ മദ്യപിക്കാത്ത ഒരാളാണ് എന്ന് അയാൾക്ക് പറയാൻ കഴിയില്ല. ഇതെല്ലാം ഞങ്ങൾക്കറിയാം, കാര്യങ്ങൾ അറിയാം. ഞങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വീടിനടുത്ത് താമസിക്കുന്ന ആളുകളാണ്. സുരേഷ് ബാബു മദ്യപാനിയാണ്, അങ്ങനെയാണ് താങ്കൾ പറയുന്നത്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണമെന്നെല്ലാം ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അതെല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷെ അതെല്ലാം ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ എല്ലാ സവിശേഷതകളും ഇദ്ദേഹത്തിന്റെ ഉള്ളും പുറവും നന്നായിട്ട് തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. ഇദ്ദേഹത്തിന്റെ വീടിന്റെ 6 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. അപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാം. അതെല്ലാം ഒരു പൊതുസമൂഹത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെ വെളിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ ഒറ്റക്കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ സതീഷ്. അതായത് എറണാകുളത്ത് നിന്നൊരു ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ് വന്നു, അയാൾ MDMA അടിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത് എന്നും അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഞാനത് നേരിട്ട് കേട്ടില്ല, പക്ഷേ അത് മനോരമയുടെ ഓൺലൈനിൽ കണ്ടു. അത് പക്ഷേ MDMA അടിച്ചൊരു നേതാവ് വന്നു എന്ന് മാത്രമല്ല, PM മാർഷോ ആണ് എന്ന് തന്നെയും എഴുതിയിട്ടുണ്ട് ആ വാർത്തക്കകത്ത്. PM മാർഷോയെ പേര് പറയാതെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് MDMA അടിച്ചിട്ടാണ് വരുന്നത് പ്രസംഗിക്കുന്നതെന്ന് കൂടെ ഈ നമ്മുടെ PK ശശി പ്രസംഗിച്ചു. അതൊക്കെ ഒരു ചെറുപ്പക്കാരുടെ നേതാവിന് നേരെയൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തത്തോടെയാണോ ഇങ്ങനെയൊരു വാദം ഉന്നയിക്കുന്നത്, ഒരു ആരോപണം ഉന്നയിക്കുന്നത്? അല്ല, അത് ആരുടെയും പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. അത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് എനിക്കറിയില്ല. അത് മണ്ണാർക്കാട് ഭാഗത്ത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചാണ്.
അത് അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ അറിയാതെ പറയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കറിയില്ല അതെന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇതൊക്കെ ഇപ്പോൾ ശ്രീ സതീഷ്, ഇതിപ്പോൾ ഒരു CPIM പോലൊരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിങ്ങളെ മുക്കിന് നിങ്ങൾ അതിനകത്തുള്ളപ്പോഴൊക്കെ ഈ ആശയം, രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്ന നിങ്ങളിപ്പോൾ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഒരു വിമതത്വം ഉണ്ടായപ്പോൾ, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ ഈ പറയുന്നതെല്ലാം വ്യക്തികൾക്കെതിരായിട്ടുള്ള ഈ സാധാരണ നാട്ടുകാർ പറയുന്ന പോലെയുള്ള അങ്ങേയറ്റം അപവാദം പറച്ചിലൊക്കെ ആയിട്ട് അധപ്പതിക്കുന്നു എന്ന് നാട്ടുകാർക്ക് തോന്നിയാൽ നിങ്ങൾക്കെതിരായിട്ടൊരു വികാരം വരില്ലേ അവിടെ എന്നൊരു സംശയം ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? സ്വാഭാവികമായും ഞങ്ങളെല്ലാം പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ നല്ല യോഗ്യരായിരുന്നു. പാർട്ടിയിൽ ഒരു കാര്യം തുറന്ന് ചില കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം മോശക്കാരാണെന്ന് നാടുനീളെ പറഞ്ഞ് നടന്ന് പ്രസംഗിച്ചവരാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞങ്ങൾക്കെതിരെ എന്തെല്ലാം അപവാദ പ്രചരണങ്ങളായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. ഞങ്ങൾക്കെതിരായിട്ടും നിരവധി, ഞങ്ങൾ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ നല്ല സഖാക്കളായിരുന്നു. പാർട്ടിയിൽ നിന്ന് മാറുമ്പോൾ ഒരു കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാണെന്നും ഒരുപാട് അപവാദ പ്രചരണങ്ങൾ കേൾക്കാനിടയായവരാണ് ഞങ്ങളെല്ലാം. അതെല്ലാം സ്വാഭാവികമാണ്. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ അതുമായി ബന്ധപ്പെട്ട്, ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ പ്രതികരണത്തിലും EN സുരേഷ് ബാബുവിൻ്റെതും വളരെ കാർക്കശത്തോടെയുള്ള, വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന പോലെ, വിമർശിക്കുന്ന പോലുള്ള പ്രതികരണങ്ങളായിരുന്നു. അതിപ്പോൾ അങ്ങനെ നിങ്ങൾ വല്ലാത്ത തോതിൽ അകന്നുപോയല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇനി അങ്ങോട്ട് VD സതീശൻ പരിശോധിക്കട്ടെ, ഇദ്ദേഹത്തിൻ്റെ എന്താണ് തീവ്രത അളക്കുന്നത് അദ്ദേഹം നടത്തട്ടെ എന്നാണ്. ഈ തീവ്രത അളക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിനകത്ത് ആകെ തന്നെ നടന്ന ഒരു വിമർശവും മറ്റുമൊക്കെയാണ്. പരിഹാസമായിട്ട് UDF-കാർ കൊണ്ടുവന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് ആ കാര്യം ഇത്രയും നാളും UDF ആണ്, കോൺഗ്രസ് ആണ് ഉന്നയിച്ചെങ്കിൽ ഇനി അങ്ങോട്ട് CPM-കാർ ഉന്നയിക്കുകയില്ലേ? അത്തരമൊരു പരാതിയും കേസും PK ശശിക്കെതിരെ ഉണ്ടായിരുന്നത്, അതായത് ഒരു വനിത നൽകിയ ഉപദ്രവിച്ചു എന്ന പരാതി ഉള്ളത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയമായ മുന്നോട്ട് പോക്കിന് ക്ഷീണമാവുകയില്ലേ ശ്രീ സതീഷ്? എല്ലാം കള്ളപ്പരാതികളാണ്. ഇതെല്ലാം തോന്നിയതുപോലെ പരാതികൾ എഴുതി വാങ്ങിച്ച് ഒരാളെ വ്യക്തിഹത്യ എങ്ങനെ നടത്താം എന്ന് ഇവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു സ്റ്റോറി തയ്യാറാക്കി അത് പൊതുജന മധ്യത്തിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം കള്ളപ്പരാതിയാണ്. ഈ പരാതിയെല്ലാം എന്നോ ജനം തള്ളിയതാണ്. അത് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കി അവർ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരു വസ്തുതയേ അല്ല, വെറും പച്ച കള്ളം പറയുന്ന കള്ളപ്പരാതികളാണ് ഇതെല്ലാം. അതിനകത്ത് ശ്രീ സതീഷ് ഒറ്റക്കാരും കൂടെ, അതായത് ആ പരാതിയും യഥാർത്ഥത്തിൽ അവിടുത്തെ ഈ ഗ്രൂപ്പ് നിങ്ങളെ PK ശശി പോലുള്ള ആളുകളെ, പാർട്ടിയോട് ഒരല്പം ഈ പറഞ്ഞ നേതാക്കളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളെ സൈഡിലാക്കാനും പാർട്ടിക്ക് പുറത്താക്കാനുമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു പരാതിയായിരുന്നു അക്കാലത്ത് വന്ന ആ പരാതി എന്നാണോ പറയുന്നത്? അന്നു മുതലേ പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും അന്നു മുതൽ ഈ ഇങ്ങനെ പരാതികൾ ഇങ്ങനെ ഉയർന്നു വരുന്നതെല്ലാം ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ടും തൻ്റെ ഇടത്തോടു കൂടി കമ്മിറ്റികളിൽ വർത്തമാനം പറയുന്നത് കൊണ്ടും ഉണ്ടാക്കുന്ന പരാതികളാണ്. ആ പരാതിയിലൊന്നും ഒരു വസ്തുതയുമില്ല. ഇതെല്ലാം എന്നോ ജനങ്ങൾ തള്ളിയ കേസാണ്, പരാതികളാണ്. ഇതിപ്പോ ശ്രീ സതീഷ് എന്താണ് നിങ്ങളുടെ ഒരു മുന്നോട്ട് പോക്ക്? അതായത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുമോ? ഇപ്പോൾ നമുക്ക് RMP നമ്മുടെ മുന്നിലുണ്ട്, CMP നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാം ഇങ്ങനെ CPIM-നോട് ഉടക്കിയിട്ട് പല കാലങ്ങളിലായിട്ട് മാറിയ ആളുകളാണ്. അവർ പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. അവർ പിന്നീട് UDF-നൊപ്പം ചേരുകയാണ് ഉണ്ടായത്. നമ്മുടെ രാഷ്ട്രീയ ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തരം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പാലക്കാട് താങ്കളും PK ശശിയും ഒക്കെ നേതൃത്വം നൽകുന്ന ഇപ്പോൾ ഇങ്ങനെ നിന്നിരിക്കുന്ന ഈ സംവിധാനം വരും ദിവസങ്ങളിൽ ഒരു പാർട്ടി ആവുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയും ഈ UDF-നൊപ്പം ചേരുകയും ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിയാൽ അത് ശരിയായിരിക്കുമോ? അതൊന്നും ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളൊരു കൂട്ടായ്മ മാത്രമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അപ്പോൾ തീരുമാനിക്കും. രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണോ മറ്റു കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളതെല്ലാം അതാത് സമയങ്ങളിൽ തീരുമാനിക്കും. ഇന്ന് ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ, അതായത് പാലക്കാട് ജില്ലയിലെ അസംതൃപ്തരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റ് ഒരു തീരുമാനം എടുത്തിട്ടില്ല.